വിവരമുണ്ട്. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപം തീ പിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. 24 ആർമി അംഗമായ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താ സംഭവിച്ചത്? ഇന്ന് രാവിലെ സമീപത്തെ വീട്ടുകാരാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പുറകു ഭാഗത്ത്, അതായത് ഈ കെട്ടിടങ്ങളെന്നെല്ലാം മാറി ഈ ഉണങ്ങിയ ഇലയെല്ലാം വീണ് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഏകദേശം 70 ഏക്കറിലധികം സ്ഥലം ഈ തരിച്ചു ഭൂമിയാണ്, കെട്ടിടങ്ങളുമില്ലാതെ ഷൂട്ടിന് വേണ്ടി നൽകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. രാവിലെ സമീപത്തെ വീട്ടുകാരാണ് ഈ പുക ഉയർന്നതനുസരിച്ച് ഈ കണ്ട ചിത്രാഞ്ജലി സ്റ്റുഡിയോ പ്രതിനിധികളെ ഇക്കാര്യം അറിയിച്ചത്. അങ്ങനെ ഇപ്പോൾ 2 ഫയർഫോഴ്സ് യൂണിറ്റ് അകത്തുണ്ട്. തീ നിയന്ത്രണ വിധമായിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറാൻ നിലവിൽ ഇതുവരെ പെർമിഷൻ ലഭിച്ചിട്ടില്ല. അകത്തേക്ക് കയറുകയാണെങ്കിൽ തീപിടുത്ത ഉണ്ടായ സ്ഥലങ്ങളിലെ ദൃശ്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ തീപിടുത്തത്തിലേക്ക് കടന്നിട്ടില്ല. കെട്ടിടങ്ങളുള്ള ഭാഗത്തേക്കും അല്ലെങ്കിൽ ഷൂട്ടുകൾ നടക്കുന്ന ഭാഗത്തേക്കും പടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഈ ജനങ്ങൾ, അതായത് പുലർച്ചെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നോ അതിന് കാരണം എന്താണെന്നോ ഇപ്പോഴും വ്യക്തമല്ല. പ്രദേശവാസികൾ ഈ പുക ഉയരുന്നത് കണ്ടാണ് ഈ സെക്യൂരിറ്റിക്കാരെ ഇക്കാര്യം അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സിനെ വിളിക്കുകയും ഉടൻ തന്നെ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.